എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കായിക പ്രേമികളെയും ഓഡിറ്റോറിയത്തിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. പുറത്ത് നിൽക്കുന്നവരൊക്കെ ഒന്ന് അകത്തേക്ക് കയറിയാൽ സന്തോഷമായിരിക്കും. എല്ലാവരും ഒന്ന് അകത്തേക്ക് കയറി വരാൻ ശ്രദ്ധിക്കുക. പ്രസംഗത്തിനായി ക്ഷണിച്ചു. നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രധാന വികാരി ജനറൽ ബഹുമാനപ്പെട്ട ആന്റണി അത്തിക്കട്ടച്ച, നമ്മുടെ ഇന്നത്തെ ഈ കായിക ക്ഷമത തുഴച്ചിൽ പരിശീലന ക്യാമ്പയിനും അതിൻ്റെ തുടർന്നുള്ള പരിശീലനത്തിൻ്റെയും സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന ചങ്ങനാശ്ശേരിയുടെ പ്രിയപ്പെട്ട MLA ബഹുമാനപ്പെട്ട ജോ മൈക്കിൾ സാർ, നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ, ഈ ഒരു പരിശീലന പരിപാടിക്കെല്ലാം ഈ സ്ഥലത്ത് വെട്ടിത്തുരുത്ത് ഈ പ്രദേശത്ത് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ടോം കൊറ്റത്തിലച്ചൻ, നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം സഹായമായി നമ്മോടൊപ്പം തോളോട് തോൾ ചേർന്ന് യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ട സണ്ണിച്ചായൻ, ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ പ്രതിനിധികളായി, അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജനപ്രതിനിധികളുമാണ് പ്രിയപ്പെട്ട വിനുചേട്ടനും എബിയും, അതോടൊപ്പം നമ്മുടെ ക്ലബിൻ്റെ പരിശീലനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മഹേശ്വരൻ കെ പായിപ്പാട്, അതോടൊപ്പം പ്രിയപ്പെട്ട സന്തോഷ് സാറ്, പ്രിയപ്പെട്ട ലിബിനച്ചൻ, സാന്ദ്ര മേരി ഫെർണാണ്ടസ്, ഈ മെമ്പറിൻ്റെ ഈ വെട്ടിത്തുരുത്ത് വാർഡ് 20ൻ്റെ മെമ്പറാണ്, നമ്മളോടൊപ്പമുണ്ട്. CBCയുടെ കരുത്തരായിട്ടുള്ള സാരഥികളെ, വെട്ടിത്തുരുത്ത് പ്രദേശത്ത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രതിനിധികളെ, പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, ചങ്ങനാശ്ശേരിയുടെ വികസനത്തിന് വേണ്ടി, ചങ്ങനാശ്ശേരിയുടെ നന്മയ്ക്ക് വേണ്ടി ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ് ഒരു നന്മയാണെന്ന് കരുതിക്കൊണ്ട് ഈ ദിവസം ഒറ്റ ഒരു അറിയിപ്പിലാണ് ഇത്രയും പേര് ഓടിയെത്തിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ അഭിവാദനം ആദ്യം തന്നെ അറിയിക്കുകയാണ്. ചങ്ങനാശ്ശേരിയിൽ തുഴച്ചിൽ പരിശീലനമെന്നൊക്കെ ആദ്യമായിട്ടാണ് ഈ പ്രദേശത്ത് ഇതൊക്കെ മുഴങ്ങുന്നത്. അപ്പോൾ അത്തരത്തിലെ ചില പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കാനായി പ്രത്യേകമായി വന്നിരിക്കുന്നവരാണ് നമ്മൾ ഒക്കെയും. തെളിച്ചിട്ട വഴിയിലൂടെ യാത്ര ചെയ്യാനായിട്ട് എളുപ്പമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വഴി വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള പ്രത്യേകമായൊരു ധർമ്മമാണ് ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്. വ്യക്തിപരമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളൊരു സമയം അത് പൊതു നന്മയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഇവിടെ ഒന്നിച്ചു ചേർന്ന നമ്മളെല്ലാവരും ചെയ്തിരിക്കുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപത ഈ പ്രദേശത്ത് വൈവിധ്യമാർന്ന കാര്യങ്ങൾ ഇനിയും നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കായിക പരിശീലനവുമായി ബന്ധപ്പെട്ട് കായിക സംസ്കാരം ചങ്ങനാശ്ശേരിയിൽ നടത്താൻ റേഡിയോ മീഡിയ വില്ലേജിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലെ ഒരു സംരംഭത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്. ഇത് ഈ ചങ്ങനാശ്ശേരിയിലെ മുഴുവൻ ആളുകളെയും ഒന്നിപ്പിച്ച് ചേർത്തുകൊണ്ട് നടത്തുന്ന പ്രത്യേകമായൊരു പ്രവർത്തന രീതിയാണ് എന്ന് ഞാൻ ആമുഖമായി നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ തലമുറ അവരുടെ ശ്രദ്ധ സോഷ്യൽ മീഡിയയിലേക്കും മറ്റിടങ്ങളിലേക്കുമൊക്കെ പോകുമ്പോൾ അതിൽ നിന്നുമൊക്കെ മാറി അവരുടെ ജീവിതത്തെ ആരോഗ്യപൂർണമാക്കുന്നതിനും അതോടൊപ്പം ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്നതിനും സ്നേഹം പങ്കുവെക്കുന്നതിനും ഒക്കെ ഉപകരിക്കുന്ന വിധത്തിലാണ് ഈ ഒരു കായിക പരിശീലനം നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുക. തുഴച്ചിൽ പരിശീലനം എന്ന പേരിൽ നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ മുന്നിൽ നിൽക്കുന്നതിൽ തീർച്ചയായും നമുക്കെല്ലാവർക്കും അഭിമാനവും സന്തോഷവും ഉണ്ടാവണം. ഇത് ആരും നിർബന്ധിച്ച് വരുന്ന ഒരു കൂട്ടായ്മയായി നിൽക്കണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ തന്നെ ഉള്ളിലെ താല്പര്യം കൊണ്ട് ഒന്നിച്ചു ചേരുന്ന ഒരു കൂട്ടായ്മയായി മാത്രം ഇതിനെ കണ്ടാൽ മതി.
അല്ലാതെ നമ്മൾ പ്രത്യേകമായി വിളിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ ആകരുത് നമ്മളിവിടെ ഒന്നിച്ചു കൂടുന്നത്. മറിച്ച് ചങ്ങനാശ്ശേരിയുടെ നന്മ, ചങ്ങനാശ്ശേരിയുടെ വികസനം, അല്ലെങ്കിൽ ഈ പ്രദേശത്തിന്റെ നന്മ, ചെറുപ്പക്കാരെ കായിക സംസ്കാരത്തിലേക്ക് വളർത്തണം എന്നൊക്കെയുള്ള ആഗ്രഹത്തോടെ, ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹത്തോടെ വേണം നമ്മളിവിടെ ഒന്നിച്ചു കൂടാൻ. അല്ല എങ്കിൽ ഇത് ആദ്യം വിളിച്ചു കൂട്ടും, പിന്നീട് പുറകെ നടന്ന് വിളിക്കേണ്ട അവസ്ഥയായി ഇത് എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം. അതിൽ നിന്നൊക്കെ മാറി സ്വയം താല്പര്യത്തോടെ ഒന്നിച്ചു കൂടുന്ന ഒരു സമൂഹമായി, ജനനന്മയ്ക്ക് വേണ്ടിയുള്ള വലിയൊരു കൂട്ടായ്മയായി ഇത് മാറണമെന്നുള്ളതാണ് നമ്മുടെ വലിയ ആഗ്രഹം. അതിൽ ഇടയാളത്തെ എന്ന് മാത്രം ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ചങ്ങനാശ്ശേരിയിൽ ഒട്ടനവധി കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വികാരി ജനറലാണ് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കുള്ളത് എന്നത് നമുക്ക് എല്ലാവർക്കും ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണ്. ചങ്ങനാശ്ശേരി മീഡിയ വില്ലേജ് എത്രയോ നാളുകളായി പൊതു നന്മ ആഗ്രഹിച്ചുകൊണ്ട് അനേക കാര്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഇനിയും ഇവിടെ വള്ളംകളിയുടെ പ്രാക്ടീസ് ആരംഭിക്കണം. ഫ്ലാഗ് ഓഫ് ഒക്കെ ഉണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇരുട്ടത്തിന് മുമ്പ് തന്നെ അതൊക്കെ നടത്തണം. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ MLA ചങ്ങനാശ്ശേരിയുടെ ഒരു വികാരമാണ്. ചങ്ങനാശ്ശേരി നടക്കുന്ന എല്ലാ പരിപാടികളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മളെ ഒത്തിരിയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സന്നിധി ഇടിമണ്ണിക്കൽ നമ്മുടെ നല്ലൊരു സഹായിയാണ്. ഇവിടെ ഇടിമണ്ണിക്കൽ ജുവലറി ആരംഭിച്ച കാലം മുതൽ റേഡിയോയുമായി മീഡിയ വില്ലേജുമായി വലിയ നല്ലൊരു ബന്ധം പുലർത്തി നല്ലൊരു സ്പോൺസറായി ഉപകാരിയായി പ്രവർത്തിക്കുന്നതിൽ അതിയായ സന്തോഷം. അതുപോലെ അതിരൂപതയ്ക്കും ഒത്തിരിയധികം നന്മകൾ ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു സാന്നിധ്യമാണ്. ജോഫി അച്ഛനോട് ഞാൻ കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഈ വള്ളംകളി അതുപോലെയുള്ള പരിപാടികളായിട്ട് പോയി നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നിങ്ങൾ മറന്നു പോകരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു കോളേജുണ്ട്, അവിടെ വേറെ ഏറെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഒക്കെ തടസ്സം ഉണ്ടാവാത്ത രീതിയിൽ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അച്ഛൻ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ അതിയായ സന്തോഷം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം അഭിവന്യ മെത്രാപ്പൊലീത്ത തോമസ് തറയിൽ പിതാവുമായിട്ട് നമ്മുടെ NSSൻ്റെ പ്രസിഡന്റ് ശ്രീ സുകുമാരൻ നായർ സാറിനെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹം ഒരു സർജറി കഴിഞ്ഞ് NSS മിഷൻ ഹോസ്പിറ്റലിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നമ്മൾ പല കാര്യങ്ങളിലും ഒരുമിച്ച് ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ്. ചങ്ങനാശ്ശേരിയുടെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്നത് ഈ സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യമാണ്. അത് കാലാകാലങ്ങളിലായി നമ്മുടെ പിതാക്കന്മാർ മാറി മാറി വരുമ്പോഴും അതുപോലെ NSSലെ നേതൃനിരയിൽ മാറി വരുമ്പോഴും ഒക്കെ ഈ ഒരു ബന്ധം തുടരുന്നു. ചങ്ങനാശ്ശേരിയുടെ ഈ ഒരു കൾച്ചർ, ഈ ഒരു സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി നേതൃനിരയിരിക്കുന്നവർ അങ്ങേയറ്റം പരിശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചങ്ങനാശ്ശേരിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണമാണ്. ഈ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു അന്തരീക്ഷം ഇവിടെയുണ്ട്. വള്ളംകളി അതുപോലെയുള്ള സ്പോർട്സിനൊന്നും മതങ്ങളില്ലല്ലോ. അപ്പം മതമില്ലാത്ത ഒരു സ്പോർട്സ്, മതങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു സ്പോർട്സ് ഐറ്റമാണ് വള്ളംകളി. അതൊരു നാടിൻ്റെ ഉത്സവമാണ്, കൂട്ടായ്മയുടെ ഉത്സവമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന വർഗീയതയ്ക്ക് ബദലായ ഒരു സംസ്കാരവും ഒരു സംവിധാനവുമാണ് നമ്മളിപ്പോൾ നടത്തുന്ന ഈ ഒരു മുന്നേറ്റം എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് ചങ്ങനാശ്ശേരിയുടെ ജനപ്രിയ MLA നമ്മുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ജോ മൈക്കിൾ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വികാരികളുള്ള തെറ്റാണ്. ഇതിൽ മുഖ്യ സംഘാടകർ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജോലിയച്ഛൻ, കുട്ടിച്ചേട്ടച്ചൻ, അച്ഛൻ, നമ്മുടെ CBSEയുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, നമ്മുടെ ക്യാപ്റ്റൻ സംഗീത നിർവഹിക്കൽ, വിനു ജോബ് മെമ്പർ, പഞ്ചായത്ത് മെമ്പർ, ശാരദ പഞ്ചായത്ത് മെമ്പർ, സന്തോഷ് ഉൾപ്പെടെ നമ്മുടെ മുഖ്യ പരിശീലകൻ ആയിപ്പാട് മഹേഷ് ആയിപ്പാട് ഉൾപ്പെടെ ഇവിടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ബഹുമാനികളെ
ആദ്യമായി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. റേഡിയോ മീഡിയ വില്ലേജിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും വിജയങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ ചങ്ങനാശ്ശേരി പ്രസ് ക്ലബും റേഡിയോ മീഡിയ വില്ലേജും കൂടി മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു തൊഴിൽ പരിശീലന പരിപാടികളിലൂടെ തുടക്കം കുറിക്കുകയാണ്. വെട്ടിത്തുരുത്ത സെയിന്റ് ആന്റണീസ് ഇടവകയുടെ ആദരണീയനായ വികാരി റവറൻഡ് ഫാദർ ടോം കൊറ്റത്തിൽ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുഖ്യ വികാരി ജനറാളും ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനുമായ ബഹുമാനപ്പെട്ട ഏത്തക്കാട്ടച്ച, ഈ മീറ്റിങ്ങിൻ്റെ ഉദ്ഘാടകൻ നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ ജോ മൈക്കിൾ സാറ്, മീഡിയ വില്ലേജിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട പുതുപ്പറമ്പിൽ ജോഫി അച്ച, നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ ക്യാപ്റ്റനായ ഇടിമണ്ണിക്കൽ സണ്ണിച്ചായ, നമ്മുടെ മുഖ്യ പരിശീലകനായ മഹേശൻ സാറേ, സ്നേഹം നിറഞ്ഞ ജനപ്രതിനിധികളെ, എല്ലാവരുടെയും പേരെനിക്ക് കൃത്യമായിട്ട് അറിയുന്നില്ലാത്തതുകൊണ്ട് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ജനപ്രതിനിധികൾ എല്ലാവരെയും ഒരുമിച്ച് സംബോധന ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഇടവാംഗങ്ങളെ, സ്നേഹം നിറഞ്ഞ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിലെ അംഗങ്ങളെ, ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ ക്യാപ്റ്റനും ഇടിമണ്ണിക്കൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സിഇഒയുമായ ബഹുമാനപ്പെട്ട സണ്ണി തോമസ് ഇടിമണ്ണിക്കൽ സാറിനെ സദസ്സിനെ അഭിസംബോധന ചെയ്ത് 2 വാക്ക് സംസാരിക്കാനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, വള്ളംകളിയെ, ബോട്ട് റേസിനെ ഒത്തിരി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എല്ലാവർക്കും ജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലർ നേരത്തെ കുറച്ചേറെ നേരം കിടന്നു, എന്തോ ഒരു പരിപാടിയില്ല. നമ്മുടെ ജീവിതത്തിന് ഒരു ലഹരി ഉണ്ടാകണം, എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഊർജ്ജം ഉണ്ടാവുകയുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഏത്തക്കാട്ടച്ഛനും ജോഫി അച്ഛനും അതുപോലെ തന്നെ ടോമച്ചനും ലിബിനച്ഛനൊക്കെ അതുപോലെ നമ്മുടെ MLA ജോബ് സാറൊക്കെ ഇതിൻ്റെ മുന്നേ നിൽക്കുന്നതിന് കാരണം നമുക്കെല്ലാവർക്കും ജീവിതത്തിന് ഒരു ലഹരി തരണം, എങ്കിൽ മാത്രമേ നമ്മൾ ജീവിക്കുന്ന നാടിനോടും ഒരു ഇഷ്ടം വരത്തുള്ളൂ. എൻ്റെ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ എൻ്റെ നാട് നല്ലതാണെന്ന് തോന്നണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ നാടിനോട് ഒരു സ്നേഹം തോന്നുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ ചുണ്ടൻവള്ളത്തിന് ഇത്ര നീളം, 100ഓളം ആൾക്കാർ ഇരിക്കാനായിട്ടുള്ള ഒരു ഇത്രയും വലുപ്പത്തിലെ ഈ വള്ളം, ഈ ചുണ്ടൻ ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഒന്നിനും ആയിരിക്കില്ല, എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഇതിനകത്തുണ്ടാകും. എല്ലാ മതത്തിൽ നിന്നും എല്ലാ ഗ്രൂപ്പിൽ നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് തുഴയണം എന്നുണ്ടെങ്കിൽ ഇത്രയും വലുപ്പം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ, എൻ്റെ മുന്നിലും പുറകിലുമായിട്ട്. അപ്പം ഇതുപോലൊരു സ്പോർട്സ് നമ്മളെ ഒരുമിച്ച് കൂട്ടാൻ, ഒരു ചരടൽ കോർക്കാൻ ഇതുപോലൊരു സ്പോർട്സ് ലോകത്തിൽ വേറെ ഒന്നുമേ ഇല്ല. നമുക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ചങ്ങനാശ്ശേരിയിൽ നെഹ്റു ട്രോഫി കൊണ്ടുവരണം. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നല്ല രീതിയിലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് നമ്മുടെ ടെലിവിഷനിൽ കൂടെയും TV ചാനലിൽ കൂടെ കേൾക്കണം. ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ് ഒരു വള്ളപ്പാട് മുന്നിൽ ഇതാ പോകുന്നു എന്ന് കേൾക്കുന്ന സ്വരം കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലൂസേഴ്സ് ഫൈനലിൽ നമുക്കങ്ങനെ പെർഫോമൻസ് കാണിക്കാൻ സാധിച്ചു. പക്ഷേ ഈ പ്രാവശ്യം ഫൈനൽ ലൂസേഴ്സ് എന്നുള്ള ആ ടൈം നമുക്ക് കട്ട് ചെയ്യണം. നമുക്ക് ഫൈനലിൽ തന്നെ ഈ ഒരു കാര്യം നടത്താൻ വേണ്ടി സാധിക്കണം. നമുക്കതിന് വേണ്ടിയിട്ട് നല്ലൊരു ഗ്രൂപ്പിനെ സജ്ജമാക്കണം. അതിനുവേണ്ടിയുള്ള പരിപാടിയാണ് നമ്മൾ തുടങ്ങുന്നത്. അതിനുള്ള നമുക്കുള്ള ചുണക്കുട്ടന്മാരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തണം. എല്ലാ ഭാഗത്തു നിന്നും തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമുക്ക് ഇന്നോട്ട് തുടങ്ങണം. വള്ളംകളിയെ സ്നേഹിക്കുന്ന ആൾക്കാരെ നമുക്ക് ഒരുമിച്ച് കൂട്ടണം. അങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന ഈ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൽ കൂടി നമ്മുടെ നാട് സൗഹാർദ്ദത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒരു നാടായി മാറ്റാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാകുമെന്ന് ജയശ്രീ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന് നേതൃത്വം നൽകുന്ന ശ്രീ വിനു ജോബ് കുഴിമണ്ണിൽ വേദിയിൽ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കാനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ മഹനീയ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഏത്തക്കാടച്ചൻ, പ്രിയ ജോഫിയച്ചൻ, പ്രിയ ടോമച്ചൻ, നമ്മുടെ ക്യാപ്റ്റൻ സണ്ണിച്ചൻ, വേദിയിലിരിക്കുന്ന ജനപ്രതി എ ബി വർഗീസ്, നമ്മുടെ കോച്ച് സന്തോഷ് സാറ്, ഇവിടുത്തെ വാർഡ് മെമ്പർ സാന്ദ്ര, ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇവിടുത്തെ CBC ബോട്ട് ക്ലബ്ബ് അംഗങ്ങളെ, വെട്ടിത്തുരുത്ത് പ്രദേശം സത്യം പറഞ്ഞാൽ എനിക്ക് വന്നപ്പോൾ തന്നെ തോന്നിയ ഒരു നിഷ്കളങ്കമായ ഒരു ഗ്രാമമാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഗ്രാമത്തിൻ്റെ ആ ഒരു സൗന്ദര്യം നമ്മുടെ ഈ ഒരു മത്സരത്തിലും അതിന് പ്രയോജനം ചെയ്യും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. നമ്മൾ ആദ്യമായിട്ടാണ് കഴിഞ്ഞ വർഷം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് ഇങ്ങനെ ഒരു തുഴച്ചിൽ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പല വള്ളംകളികൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ റേഡിയോ വഴി അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് നമ്മളിങ്ങനെ തുഴയാൻ പോയിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ട ജോഫിയച്ചനും ഏത്തക്കാടച്ചനുമാണ് ഇതിനു വേണ്ടി താല്പര്യപ്പെടുത്തത്. വെട്ടിത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡ് മെമ്പർ ശ്രീമതി സാന്ദ്ര മേരി ഫെർണാണ്ടസിനെ രണ്ടു വാക്ക് സംസാരിക്കാനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ അതിരൂപതയിലെ അധ്യക്ഷൻ ശ്രീ ഏത്തക്കാടച്ച, നമ്മുടെ വികസന നായകനായ MLA ശ്രീ ജോബ് മൈക്കിൾ സാർ, കാരുണ്യത്തിൻ്റെ കൈത്താങ്ങായി മാറിയ ഇടിമണ്ണിക്കൽ ജോഫ് എച്ചൻ, എൻ്റെ സഹപ്രവർത്തകരായ വിനു ജോബ്, എ ബി മാത്യു, മഹേഷ് സാറ്, യുവതലമുറയിലെ യുവാക്കന്മാരെ വിറപ്പിക്കുന്ന സന്തോഷ് സാർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെ ആശംസ പറയാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. പരിശീലനത്തിന് നേതൃത്വം നൽകുന്ന സന്തോഷ് സാറ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഏത്തക്കാടച്ചൻ, ബഹുമാനപ്പെട്ട ചങ്ങനാശ്ശേരിയുടെ MLA ശ്രീ ജോബ് മൈക്കിൾ സാറ്, ജോഫിയച്ചൻ, വിനു ജോബ് സാറ്, എബി, നമ്മുടെ പ്രിയങ്കരനായ കോച്ച് മഹേഷ് സാറ്, നമ്മുടെ വെട്ടിത്തുരുത്ത് പള്ളി വികാരി ശ്രീ ടോമിയച്ചൻ, നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ശ്രീ സാന്ദ്ര, മറ്റ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ അവിചാരിതമായിട്ടാണ് എന്നെ ഇങ്ങനൊരു ഉദ്യമത്തിനെ വിളിച്ചത്. എങ്കിലും ഒരു രണ്ട് വാക്ക് പറയുകയാണ്. നമ്മുടെ ഈ ഒരു ശ്രമം ഇവിടെ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും നമ്മുടെ ബഹുമാനപ്പെട്ട MLA എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനിയും അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. എങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് വലിയൊരു കായിക സംസ്കാരം വളർത്തിയെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ ഈ പ്രദേശങ്ങളെ പലാലും വെട്ടിത്തുരുത്ത് ഭാഗങ്ങളെ പെട്രോളിംഗ് നടത്തിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നമ്മുടെ ഇവിടുത്തെ ഈ യുവതലമുറയെ കൂടുതലായിട്ട് ഈ കായിക മേഖലയിലേക്ക് അടുപ്പിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രസൻസ് നമുക്കിതൊരു വലിയൊരു ആവേശകരമായിട്ട് തന്നെ മാറും. നമുക്ക് ഇവിടെ ഒരു പരിശീലനമായിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മഹേഷ് സാർ ആലപ്പുഴയിൽ സായി കാനോ കയാക്കിംഗ് സെൻ്റർ തുടങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ ആദ്യ ബാച്ചിലെ 18 പേരിൽ ഒന്നാമനായിരുന്നു. അതിൽ ഒന്നാമനായ ആളാണ് മഹേഷ് സാർ. ഇന്ത്യക്ക് വേണ്ടി ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ മെഡലുകൾ നേടിയിട്ടുള്ള മഹാനായ ഒരു വ്യക്തിയെയാണ് നമുക്ക് ഇവിടെ ഒരു പരിശീലകനായിട്ട് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പരിശീലനത്തിന് കീഴിൽ നമുക്ക് വളരെ മെച്ചപ്പെട്ട രീതിയിൽ ചങ്ങനാശ്ശേരിക്ക് അഭിമാനിക്കാവുന്ന ഒരു മത്സരത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഒത്തൊരുമയോടെ പരിശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന് കൃതജ്ഞത അർപ്പിക്കുന്നതിനായി മീഡിയ വില്ലേജിൻ്റെ ബർസാറും പരിപാടികളുടെ മുഖ്യ സംഘാടകരിൽ ഒരാളുമായ നമ്മുടെ പ്രിയപ്പെട്ട ലിബിൻ തുണ്ടുകളം അച്ഛനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഏത്തക്കാടച്ച, ബഹുമാനപ്പെട്ട MLA ജോ മൈക്കിൾ സാർ, ബഹുമാനപ്പെട്ട വൈദികരെ, വിശിഷ്ട വ്യക്തികളെ, നമുക്കറിയാം
യുവജനങ്ങളിൽ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ വലിയൊരു ഉത്തരവാദിത്വം ഇപ്പോൾ ഏറ്റെടുക്കുകയാണ്. ഇതിന് നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കർത്തവ്യം. നമുക്കറിയാം, ബഹുമാനപ്പെട്ട മോൺസർ ആൻ്റണി എത്തക്കാട്ടച്ചൻ നമ്മുടെ മീഡിയ വില്ലേജിന് മാത്രമല്ല, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി പ്രദേശത്തിന് മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം പൊതു മേഖലകളിൽ അച്ഛൻ ചെയ്തിട്ടുള്ള സംഭാവനകളും അനവധിയാണ്. പ്രത്യേകിച്ച് റേഡിയോ പോലുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിലൊക്കെ നേതൃത്വം വഹിച്ച വൈദികരിൽ ഒരാളാണ്. എന്നിങ്ങനെ ഇപ്പോൾ ഈ പരിപാടികൾ, പ്രത്യേകിച്ച് ബോട്ട് ക്ലബിൻ്റെ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതിന് അച്ഛൻ ഒത്തിരി സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നിച്ചു കൂടുമ്പോൾ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ അന്വേഷിക്കുമായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ഒത്തിരിയേറെ സമയം ഇപ്പോൾ ജനാളച്ചനായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ രൂപതയുടെ ഒത്തിരിയേറെ തിരക്കിൻ്റെ ഇടയിലും ഇവിടെ എത്തി നമ്മോടൊപ്പം ആയിരിക്കാൻ അച്ഛൻ കാണിച്ച സ്നേഹത്തിനും താല്പര്യത്തിനും, പ്രത്യേകിച്ച് ഈ കായികക്ഷമതയുടെ ഒരു ഉദ്ഘാടനത്തിനൊക്കെ വരുവാനും ഒക്കെ കാണിച്ച ഇതിന് പ്രത്യേകമായിട്ട് എല്ലാവരുടെയും പേരിൽ അച്ഛന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. എല്ലാരും കയറി തുടയാൻ നല്ലതല്ലേ? നാലഞ്ച് തുഴയും കൂടി എടുക്കാം. നാലഞ്ച് തുഴയും കൂടി എടുക്കാം. പങ്കായം നേട കരയ്ക്ക് നിൽക്കുക. ഞാൻ നൽകി അനുഗ്രഹിക്കണമേ. അപകടങ്ങളും അനർത്ഥങ്ങളും ഒഴിവാക്കണമേ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ സഫലമാക്കുവാൻ ഞങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളെയും ആശീർവദിക്കണമേ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങളെ ആശീർവദിക്കണമേ. ഇത് ഞങ്ങൾക്ക് കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അവസരമായി തീരട്ടെ. സകലത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും ആമേൻ. ഒന്നിരിക്കാവോ? ഈ വെട്ടിത്തുരുത്തിൻ്റെ ഈ തീരത്ത് വന്ന് അടുക്കട്ടെ എന്ന് ആശംസിക്കുക.
ആയില്ല അന്നപ്പോ ഇങ്ങോട്ട് തന്നിക്കും ഒരു നിമിഷം എന്ന് പറയുമ്പോൾ എല്ലാവരും മൗനമായിട്ട് പ്രാർത്ഥിക്കുക. അതോടെ അവിടെ നിന്ന് ആ ഫ്രണ്ടിൽ നിന്ന് കിട്ടും നല്ല വ്യൂ കിട്ടും. മനോജ് മടി വെച്ചു, അനിയനും മടി വെച്ചു, ബാക്കിയുള്ളവര് കേട്ടോ. റെഡിയല്ലേ? ഓരോ വീടിനും അടിച്ചു പോരുക. നമ്പർ അടിച്ച് വേണം. 1 2 പറഞ്ഞു വലിച്ചു. ഒരു മിനിറ്റ് എല്ലാവരും മുന്നോട്ടായി ഞാൻ പറയുമ്പോ തോന്നണം 1 2 അതനുസരിച്ച് തോന്നണേ. 1 2 3 4 5 6 7 8 9 10. അപ്പൊ എല്ലാവരും ആശംസകളും കേട്ടോ. ഇറങ്ങിയാ കേട്ടോ.